കൂട്ടുകാരിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ അപ്രിസിയേഷനൊക്കെ ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് ഇപ്രാവശ്യം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഡ് ദ ഫോളോയിങ് ലൈൻ ഫ്രം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ് തുടങ്ങി ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ് വരെ ആദ്യത്തെ ഒരു സ്റ്റാൻസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനകത്തിലെ സ്പീക്കർ ആരാണെന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആരാണ് സ്പീക്കർ? നമ്മുടെ പോയറ്റ് തന്നെയാണ് സ്പീക്കർ. ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്. ഐഡൻറ്റിഫൈ ദ പോയറ്റിക് ഡിവൈസ്. പോയറ്റിക് ഡിവൈസ് ഏതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഹൈപ്പർബോൾ ഇസ് ദ പോയറ്റിക് ഡിവൈസ്. വെൻ ഡസ് ദ പോയറ്റ് ഹിയർ 1000 ബ്ലെൻഡഡ് നോട്ട്? എപ്പോഴായിരുന്നു കേട്ടത്? അദ്ദേഹം ഇവിടെ ആ ഗ്രോവിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ഐ സാറ്റ് റിക്ലൈൻഡ് ഇൻഡിക്കേറ്റ് അബൌട്ട് ദ പോയറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? എന്തായിരുന്നു? ദ എക്സ്പ്രഷൻ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പോയറ്റ് ഈസ് ഇൻ എ ക്ലാം, റിലാക്സ്ഡ് ആൻഡ് എ പ്ലസൻറ്റ് മൂഡ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ഓഡിറ്ററി ഇമേജ്. ഓഡിറ്ററി ഇമേജൊക്കെ നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലൊന്നാണ്. അപ്പോൾ ഓഡിറ്ററി ഇമേജിന് ഒരു എക്സാമ്പിൾ എഴുതാൻ. എന്താണ്? ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട് ഈസ് ദ ഓഡിറ്ററി ഇമേജ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യത്തെ 8 വരികളാണ് തന്നിരിക്കുന്നത്. ഐ ടു ഹർ ഫെയർ വർക്ക് ഡിഡ് നേച്ചർ ലിങ്ക് മുതൽ ദ പെരിവിങ്കിൾ ട്രയൽഡ് ഇറ്റ്സ് വർത്ത് ആൻഡ് ടൈസ് ഓഫ് മൈ ഫെയ്ത്ത് ദാറ്റ് എവരി ഫ്ലവർ എൻജോയ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. ഇതിനകത്ത് നിന്നും 4 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെർസോണിഫിക്കേഷൻ എന്നതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ. എന്താണ് പെർസോണിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത്? ടു ഹാവ് ഫെയർ വർക്ക് ഡിഡ് നേച്ചർ ലിങ്ക്. ഹിയർ ദ പോയിറ്റ് അഡ്രസ്സസ് ദ നേച്ചർ ആസ് ഹെർ. ഹെർ ആണ് ഇവിടുത്തെ പെർസോണിഫിക്കേഷൻ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ റൈമിംഗ് സ്കീം ഓഫ് ദി ഗിവൺ സ്റ്റാൻസ? തന്നിരിക്കുന്ന സ്റ്റാൻസയുടെ റൈമിംഗ് സ്കീം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് തന്നിരിക്കുന്ന സ്റ്റാൻസയുടെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്? എ ബി എ ബി അല്ലേ? ഹൗ ഡസ് ദ പോയിറ്റ് അസോസിയേറ്റ് ഹിംസെൽഫ് വിത്ത് നേച്ചർ? എന്താണ്? ദ പോയിറ്റ് ബിലീവ്സ് ദാറ്റ് ഹ്യൂമൻ സോൾ ആൻഡ് നേച്ചർ ആർ സ്ട്രോങ്ലി അസോസിയേറ്റഡ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ഫ്രേസ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് മാൻ? എന്താണ്? ദ പോയിറ്റ് ഡിസ്ക്രൈബ് ദ അൺനാച്ചുറൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ നേച്ചർ, ദ വാസ് സ്ട്രൈക്ക് ആൻഡ് ഗ്രീഫ് വിച്ച് ലീഡ് ടു ദ ഹ്യൂമൻ സഫറിങ് ആൻഡ് അൺഹാപ്പിനെസ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പെർസോണിഫിക്കേഷനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ മറക്കാതെ നോക്കിയിട്ട് തന്നെ പോകണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ലൈൻസുകളാണ് തന്നിരിക്കുന്നത്. 8 ലൈൻസ് തന്നിട്ടുണ്ട്. ത്രൂ തൊട്ട് എവിടെ വെച്ചാണ്? ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ വരെയാണ് തന്നിരിക്കുന്നത്. 4 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വൈ ഡിഡ് ദ പോയറ്റ് തിങ്ക് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ് ഇറ്റ്സ് ബ്യൂട്ടി? എന്തുകൊണ്ടാണ്? ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ആർ ഇൻ പെർഫെക്റ്റ് ഹാർമണി. ദ റോസസ് ആൻഡ് പെരിവിങ്കിൾ ഗ്രോ ആൻഡ് എക്സിസ്റ്റ് ഇൻ ഹാർമണി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് അപ്ലൈഡ് ഇൻ ദ ലൈൻ ആൻഡ് ടൈസ് ഓഫ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ് ദ എയർ ബ്രീത്ത്? എന്താണ്? പെർസോണിഫിക്കേഷൻ. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഡിഡ് ദ ബേർഡ് ഡു ടു എക്സ്പ്രസ് ദെയർ പ്ലഷർ? എന്തായിരുന്നു? ദേ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. What special quality of the bird and wild flowers did in the speaker comment on? Enjoyment or pressure or satisfaction? And the fourth question is എന്താണ്? The budding twins spread out their fan തുടങ്ങി what man has made of man? ഒരു ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി നമ്മുടെ കവിതയിലെ 8 വരികളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ? എന്തായിരുന്നു പ്രകൃതിയുടെ ഹോളി പ്ലാൻ എന്ന്? എന്താ? എവരി ബീയിങ് ഇൻ നേച്ചർ ഷുഡ് ലീവ് ഇൻ ഹാർമണി. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് കമൻറ്റ് ഓൺ ദ ടൈറ്റിൽ ഓഫ് ദി പോയം. ഈ പോയത്തിന് മറ്റൊരു ടൈറ്റിൽ പറയാനാണ്. എന്ത് കൊടുക്കാം? എനി പോസിബിൾ ആൻസർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഇതിന്. എന്ന് വെച്ചാൽ ഇതിനോട് അനുയോജ്യമായ എന്തും കൊടുക്കാം. എന്ത് കൊടുക്കാം? വാട്ട് മാൻ മെയ്ഡ് ഓഫ് മാൻ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നേച്ചറിൻ്റെ ഹോളി പ്ലാൻ എന്ന് കൊടുക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. Cite an example of alliteration from the above line. എന്താണ്? Man has made of man is the alliteration. Identify the visual image from the given stanza. എന്താണ്? The budding twins is the visual image. അങ്ങനെയാണ് എങ്കിൽ നമ്മളോട് പറഞ്ഞേക്കാണ് ഒരു സ്റ്റാൻസ തന്നിട്ട് അതിൻ്റെ
അപ്രിസിയേഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളൊരു അപ്രിസിയേഷൻ എഴുതുമ്പോൾ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വായിച്ച് നോക്കി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ, അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസുകളൊക്കെ കൊടുക്കണം. ഓഡിറ്ററി ഇമേജും പോയട്രിയും പെർസോണിഫിക്കേഷനും ഒക്കെ വളരെ നന്നായിട്ട് മനസ്സിലാക്കി അതെല്ലാം സ്പെസിഫൈ ചെയ്ത് പറയണം. ഒരു 3 പാരഗ്രാഫൊക്കെ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കണം ഒരു അപ്രിസിയേഷനൊക്കെ എഴുതുന്ന സമയത്ത്. അത് നമ്മളൊരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കണം. അതിനുശേഷം എന്താണ് കറക്റ്റായിട്ടുള്ള ലൈനുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം, നമ്മളുടേതായ രീതിയിൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പ്രൊഫൈൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്കെന്താ ഒരു പ്രൊഫൈൽ എഴുതുമ്പോൾ ഹിൻസ് ഒക്കെ തന്നിരിക്കും. ഹിൻസ് ചേർത്തിട്ട് എന്താണ് എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്കെന്താ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുത്തിട്ട് വേണം കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും മസ്റ്റായിട്ട് തന്നെ കൊടുത്തിരിക്കണം. റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് പറഞ്ഞിരിക്കണം. നല്ല രീതിക്ക് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിനെ തന്നെ നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചാൽ മാത്രം മതി. നമുക്ക് 5 മാർക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇനി നമുക്ക് ഈ ചാപ്റ്റർ ഇതിനകത്തിലെ അലിട്രേഷനൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അലിട്രേഷൻ എന്ന് പറയുമ്പോൾ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ ഈസ് ആൻ അലിട്രേഷൻ എക്സാമ്പിളാണ്. ആൻഡ് ടൈസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവരി ഫ്ലവർ ഈസ് ആൻ അലിട്രേഷൻ്റെ എക്സാമ്പിളാണ്. ഇനി ഹൈപ്പർബോൾ എന്ന് പറയുന്നത് 1000 ബ്ലെൻഡഡ് നോട്ട്സ് ഈസ് ദ ഹൈപ്പർബോൾ. ഇനി പെർസോണിഫിക്കേഷൻ എന്ന് പറയുമ്പം ടു ഹെയർ ഫെയർ വർക്ക് ഡിഡ് നേച്ചർ ലിങ്ക്. അതിൽ ഹെയർ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അവിടുത്തെ പെർസോണിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ടൈസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവരി ഫ്ലവർ ഓർ എൻജോയ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. പിന്നുള്ളത് ദ ബഡ്ഡിങ് ട്വിൻസ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ ഓർ ടു ക്യാച്ച് ദ ഫ്രീസി എയർ. ഇനി ഇമാജിനറി വരുന്നത് വിഷ്വൽ ഇമേജസ് ആണ് വരുന്നത്. ദ ബേർഡ് എറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്, അല്ലേ, അവിടെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ അദ്ദേഹം ആലോചിച്ച കാര്യമാണിത്, ഈ വിഷ്വൽ ഇമേജ്. ടു ഗ്രോ ദ ഗ്രീൻ ബവർ ദ ഫ്ലവർ പ്രൊമൈസസ് ആൻഡ് പ്രിംഗ്ലിംഗ് ബഡ്ഡിങ് ട്വിൻസ്. പിന്നെ ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നത് ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്. അപ്പം ഇത്രയും സാധനം നമ്മൾ എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. കാരണം നമുക്ക് ഷുവറായിട്ടും ചോദിക്കുന്നതാണ് അലിട്രേഷന്, ഹൈപ്പർബോള, പെർസോണിഫിക്കേഷന്, വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജൊക്കെ നമ്മളോട് ഷുവറായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വിഷ്വൽ ഇമേജിനും ഓഡിറ്ററി ഇമേജിനും ഒക്കെ നമ്മളോട് സ്ഥിരം ചോദിക്കുന്നതാണ്. 1 അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾ മറക്കരുതേ. താങ്ക് യു.